ഹലോ. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫിജുഷ്ക ERP-യിൽ ഒരു കോൺട്രാ എൻട്രി പാസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കോൺട്രാ എൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ബേസിക്കലി വിഡ്രോവൽ അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കോൺട്രാ എൻട്രി എന്ന് പറയുമ്പോൾ ഈ ട്രാൻസാക്ഷൻസ് ഒന്നില്ലെങ്കിൽ രണ്ട് ക്യാഷ് അക്കൗണ്ട് തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് ബാങ്ക് അക്കൗണ്ട്സ് തമ്മിൽ, അല്ലെങ്കിൽ ഒരു ക്യാഷ് അക്കൗണ്ട് അതുപോലെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ ഇടയിലായിരിക്കും നടക്കുന്നുണ്ടാവുക. ആദ്യം തന്നെ നമ്മൾ ട്രാൻസാക്ഷൻസിൽ വരിക. ട്രാൻസാക്ഷൻസിൽ നമുക്ക് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് കോൺട്രാ എന്നുള്ള ഓപ്ഷൻ കാണാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള എൻട്രീസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അത് എഡിറ്റ് ചെയ്യാനും പ്രിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം പുതിയതൊരെണ്ണം ആഡ് ചെയ്യാനാണെങ്കിൽ ഇവിടെ കോൺട്രാ എന്നുള്ള ഓപ്ഷനിൽ പോവുക. അതിനുശേഷം ഇവിടെ ഡേറ്റ് കൊടുക്കുക. കോൺട്രാ ടൈപ്പ് ഡെപ്പോസിറ്റ് ആണോ വിഡ്രോവൽ ആണോ എന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇനി ഏതൊരു അക്കൗണ്ടിൽ നിന്നാണോ ഡെപ്പോസിറ്റ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു അക്കൗണ്ടും ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണോ അത് കൊടുക്കുക. നോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട്സ് ഇവിടെ കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ വിഡ്രോവൽ ആണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ ഈ കോൺട്രാ ടൈപ്പിൽ പോയിട്ട് നമ്മൾ വിഡ്രോ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഏത് അക്കൗണ്ടിലേക്കാണ് നമ്മൾ വിഡ്രോവൽ ചെയ്യുന്നത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആസ് യൂഷ്വൽ നമ്മൾ എമൗണ്ട് കൊടുക്കുന്നു. അതിനുശേഷം സബ്മിറ്റ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് കോൺട്രാ എൻട്രിയിൽ വരുമ്പോൾ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ഇതിന്റെ റിപ്പോർട്ട്സ് നമുക്ക് അവൈലബിൾ ആവണമെങ്കിൽ നമ്മൾ റിപ്പോർട്ട് സെക്ഷനിൽ പോകാം. നമുക്ക് അക്കൗണ്ട്സിൽ പോയിട്ടുണ്ടെങ്കിൽ ലെഡ്ജർ ഡീറ്റെയിൽസിൽ പോയാൽ, അതുപോലെ തന്നെ ക്യാഷ് ആൻഡ് ബാങ്ക് ബുക്കിന്റെ റിപ്പോർട്ട് എടുത്താൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഡ്രോവലും ഡെപ്പോസിറ്റ്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഇത്രയാണ് നമുക്ക് കോൺട്രാ എൻട്രിന്റെ കേസിൽ വരുമ്പോൾ പറയാനുള്ളത്.